അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മരിക്കുന്നതിന്റെ മുമ്പതാ നബി തങ്ങൾ ആവശ്യപ്പെടുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, അല്ലാഹുവേ എന്റെ ഖബറിനെ ഒരു ഉത്സവ ആഘോഷ സ്ഥലമാക്കി മാറ്റരുത് റബ്ബേ. ഇത് പറ്റാത്തോണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വതനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറുകളെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത് പടച്ചോനെ. 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇന്നും അവിടെ വെച്ചൊന്ന് നിങ്ങൾക്ക് പൊട്ടിക്കരയാൻ, നബിതങ്ങളോടൊന്ന് പ്രാർത്ഥിക്കാൻ, സലാം പറഞ്ഞ് പോരാനല്ലാതെ നബിതങ്ങളോട് സങ്കടം പറയാൻ അവിടുത്തെ ശുർത്താ പോലീസുകാര് സമ്മതിക്കൂല. നബിതങ്ങളുടെ പ്രഖ്യാപനമാണ്. യഥാർത്ഥ ശുഹദാക്കളായ ഉഹദ് ശുഹദാക്കൾക്ക് ദർഗയില്ല, യഥാർത്ഥ ശുഹദാക്കളായ ബദരീങ്ങൾക്ക് ദർഗയില്ല, ജാറമില്ല, ഉറൂസില്ല. യഥാർത്ഥ ശുഹദാക്കളായ തബൂക്കിൽ ജാറമില്ല, ദർഗയില്ല. ഉഹദ് ശുഹദാക്കളുടെ ഖബർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു പേര് പോലും എഴുതി വച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ മരിച്ച കുഞ്ഞേടത്ത് അവറാൻകുട്ടി എന്നൊക്കെ പറഞ്ഞ് പേരെഴുതി വെക്കുന്നവരെ, ഉഹദ് ശുഹദാക്കളുടെ ഖബറിങ്ങൾ ഒരു പേര് പോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതിന് അവർ പോരിശ കുറവായത് കൊണ്ടല്ല, ഇസ്ലാമിക മര്യാദയാണ്. ഈ ജാറദർഗകളിലുള്ള ഇവരുടെ ചൂഷണത്തിന്റെ വലിയ ഉദാഹരണങ്ങളാണ്. ഓരോ ജാറങ്ങളുടെ പോരിശങ്ങനെ പറയാൻ തുടങ്ങും. പറഞ്ഞു പറയാൻ പറ്റുന്നതും പറ്റാത്തതും പറയും. സത്യം പറഞ്ഞാൽ ഈ ഖബറുകൾ സന്ദർശിക്കാൻ പറഞ്ഞത് എന്തിനാണ്? ഫസൂറുഹാ. ഇസ്ലാമിൽ ദർഗയില്ല, ഇസ്ലാമിൽ ജാറമില്ല, ഇസ്ലാമിൽ ഖബറേ ഉള്ളൂ. ആ ഖബർ നിങ്ങൾ സന്ദർശിക്കണം, ആ ഖബർ നിങ്ങൾ കാണണം, അവിടെ സിയാറത്ത് ചെയ്യണം. എന്തിനാണ്? ബലൂണ് മേടിക്കാനല്ല, ആന കൊണ്ടാനല്ല, അവിടെ വാദ്യമേളത്തിനല്ല, ഗാനമേളക്കല്ല. എന്തിനാ ഖബർ സന്ദർശിക്കുന്നത്? ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗതാ വതുദക്കിറുകുമുൽ ആഖിറ. മരണം ചിന്തിക്കാനാണ്, പരലോകം ചിന്തിക്കാനാണ് ഖബർ സിയാറത്ത്. നമ്മളൊക്കെ പോകുന്നവരുമാണ്. എന്നാൽ ഖബർ തേടി ഓരോ ദിക്കുകളിൽ നിന്ന് ദിക്കുകളിലേക്ക് സിയാറത്ത് എന്ന പേര് പറഞ്ഞുകൊണ്ട് യാത്ര പോവാണ്. അതിന്റെ നേതൃത്വത്തിലാ പോണത്. എവിടേക്കാ പോകുന്നത്? പ്രസിദ്ധമായ പല ജാറങ്ങളിലേക്കുമാണ്. എന്താണ് അവിടെ നടക്കുന്നത്? ആദ്യം തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് വസിയത്താണ്. നമ്മുടെ നേതാവിന്റെ വസിയത്ത് ആരാ നാട്ടിൽ പാലിക്കുന്നത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറാ. യഹൂദികളും നസാറാക്കളും അല്ലാഹുവിന്റെ ശാപത്തിനിരയായി. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അംബിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റി. അല്ലേ? പള്ളി ദർസിലുണ്ട് കിതാബ്, സ്വഹീഹുൽ ബുഖാരി ഉണ്ട്, സ്വഹീഹ് മുസ്ലിം ഉണ്ട്. പള്ളി ദർസിൽ ഒന്ന് വായിക്ക്, അൽ ഖുബൂർ എന്ന പാഠമെടുത്ത് വായിച്ചു നോക്ക്. അള്ളാന്റെ ശാപത്തിനിരയായ വിഭാഗം. എന്താ കാരണം? അംബിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റി. അമ്പിയാക്കന്മാരെ ഖബർ ആരാധിക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലെ ഖബറുകൾ പറ്റുമോ? നമ്മുടെ നാട്ടിലെ ഖബർ എന്താ അവസ്ഥ? ഒരു പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്. വെളിയങ്കോട് ഉമർ ഖാളി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. കറാമത്ത് കേട്ടോളി, അവര് പാടുന്ന പാട്ടാണ്, നമ്മൾ പാടി നോക്കിയതാണ്. ഊരും പേരും അറിയൂല, എന്ത് ഫേമസാ. പേരറിയില്ല, മുസ്ലിം ആണോന്നറിയില്ല, നാടറിയില്ല. മുനമ്പത്ത് ബീവിന്റെ ജാറത്തിലേക്ക് സിയാറത്ത് ടൂർ പോകുന്ന മനുഷ്യരെ, ആ നാട്ടിലെ ചരിത്രം നിങ്ങളാണ് പറയുന്നത്. വേണ്ട, അവിടെ 2 മൃതശരീരങ്ങൾ വന്നടിഞ്ഞു. ഒന്ന് പെണ്ണിന്റെ ആയിരുന്നു, ഒന്ന് ആണിന്റെ ആയിരുന്നു. രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത SI ഇപ്പോഴും ചങ്ങരംകുളത്ത് ജീവിച്ചിരിപ്പുണ്ട്. പോയൊന്ന് അന്വേഷിച്ചു നോക്കി എന്താ ചരിത്രം. കറാമത്തിന്റെ കട്ടങ്ങടടിയും. ഊരും പേരറിയാത്ത ആളുകളുടെ ഖബർ തേടി നടക്കുക. ഓച്ചിറ ഉപ്പൂപ്പാന്റെ ഖബർ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഓച്ചിറ ദാമോദരൻ എന്ന മനുഷ്യർ, ഈ നാട്ടിലെ ഇതര മതസ്ഥരോട് സ്നേഹത്തോടെ ക്ഷമിക്കണം പറയേണ്ടി വന്നത്, ദാമോദരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഓച്ചിറയിലെ കുപ്പസ്വാമി മരിച്ചു. പേപ്പറിൽ മാതൃഭൂമിയിൽ വാർത്ത വന്നു, ഓച്ചിറ കുപ്പസ്വാമി ഓർമ്മയായി. നോക്കി കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോ പറഞ്ഞു, അത് കുപ്പസ്വാമി ഒന്നല്ല മക്കളെ, ഇവിടെ ഖബറിന് ജീവിക്കണ കുറച്ച് ആൾക്കാരുണ്ട്.
ബിസിനസ്സാണ്. പൈസ കൊടുക്കാതെ, പൈസ ഇറക്കാതെ, ഷെയർ കൂട്ടാതെ ഒറ്റക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണ് ദർഗ. കിട്ടിയിരിക്കുന്നു ഒരു ജനാസ. ആരെയാ? ഓച്ചിറ ദാമോദരൻ എന്ന കുപ്പസ്വാമി. ആരാ ഉദ്ഘാടനം ചെയ്തു? വാർത്ത വായിച്ചോ? കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള പ്രായം കൂടിയ ഒരു നേതാവ് പറഞ്ഞു, ഇത് ഔലിയയാണ്. ഔലിയെ? അതെങ്ങനെ ഔലിയയാണ്? പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി മിണ്ടാൻ പറ്റൂല. ഇനി ശിഷ്യന്മാർക്ക് മിണ്ടാൻ അവകാശമില്ല. ഇനി നാട്ടുകാരും പ്രതിരോധിക്കാൻ പാടില്ല. ഇനി സഹിച്ചോളണം. എന്താ പേര്? ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇപ്പോഴുണ്ട്. 2 പെട്ടിക്ക് വെച്ചിട്ട് പച്ചക്ക് മൂടിയിട്ട് ആളെ പേരാണ് മാറ്റി കൊടുക്കും. ഓരോന്നോരോന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നാട്ടിൽ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. തൃശ്ശൂർ ജില്ലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തൃശ്ശൂർക്ക് പെരുമ്പലാവുന്ന അങ്ങനെ കയറി പോകുമ്പോ പന്നിത്തടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വലതു ഭാഗത്തൊരു വലിയ ജാറം കെട്ടിപ്പൊതിച്ചിട്ടുണ്ട്. പള്ളിക്കല്ലേ വരുമാനമില്ലാത്തുള്ളൂ, ജാറത്തിലല്ല വരുമാന. ആരാണവിടെ? പെങ്ങൾ തങ്ങളാണ്. സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച ഔലിയ. ക്ഷമിക്കണം, പറയേണ്ടി വരും. സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച് 2 മക്കളുമായി ജീവിക്കുന്ന ഔലിയ. ഇവർക്ക് ഇസ്ലാമിന്റെ നിയമം ബാധകല്ല. നമ്മുടെ നാടിന്റെ പരിസരത്തുണ്ടല്ലോ അങ്ങനെയൊക്കെ. സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു, നമസ്കരിക്കാറില്ലായിരുന്നു. പുസ്തകത്തിൽ എഴുതി വെച്ച കറാമത്താണ്. മലപ്പുറം ജില്ലയിലേക്ക് കടന്നോ? യാഹൂത്തങ്ങൾക്ക് തിരൂര് 2 ജാറാണ്. 2 പെട്ടിയാണ്, 2 വരവാണ്, 2 ഉറൂസാണ്. സഹോദരങ്ങളെ, 175ാമത്തെ ഉറൂസ് വരാൻ പോവുകയാണ്. കമ്മിറ്റിക്കാരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കൊല്ലത്തെ ഉറൂസ്? കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഗംഭീരമായിരിക്കും, എല്ലാ ഐറ്റംസും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചു അന്നദാനമായിരിക്കാം, ഹദ്ദാദായിരിക്കാം, റാത്തീബായിരിക്കാം. സെക്രട്ടറി പറഞ്ഞു, ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, ശിങ്കാരിമേളമുണ്ടായിരിക്കും, ഗജവാദ്യമേളങ്ങൾ ഉണ്ടായിരിക്കും. ഇതിന് പൈസ കൊടുത്ത്, ഇതിന് സിയാറത്തിന് പോണ നമ്മള് പൊട്ടന്മാരാവുകയല്ലേ? നമ്മളെ ചതിക്കുകയല്ലേ? നമ്മളെ പോക്കറ്റും ഈമാനും ഇസ്ലാമും പരലോകവും ഇവർ കൊന്നുകളയുകയല്ലേ? ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാനും നിങ്ങൾ കുറ്റക്കാരാവൂലേ? ഇതിന്റെ പേരിൽ വഴി തടഞ്ഞാൽ, ഇതിന്റെ പേരിൽ മഹല്ല് ബഹിഷ്കരിച്ചാൽ, ഇതിന്റെ പേരിൽ കൊല്ലിക്ക് പിടിച്ച് നിങ്ങൾ ശിരസ്സറുത്താൽ നഷ്ടമില്ല. ഇതൊരു ഹക്കാണ്. കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് ഒരു കാഞ്ഞങ്ങോട്ടേക്ക് വന്നാൽ, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ചെന്നാൽ 4 ദിവസത്തെ വലിയ ഉറൂസ്. ആരുടേതാണ്? ഖബറിൽ കടക്കുന്നതാരാ എന്നറിയില്ല. ഒരു മനുഷ്യന്റെ പേര് പറയാനില്ല. പേര് മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. കാരണം ഖബറിലേക്ക് വന്നത് ആ കടലിൽ നിന്ന് 2 കഷ്ണം കിട്ടിയത്, ഒന്ന് കാൽമുട്ട്, ഒന്ന് തല. അപ്പൊ പേരിടാൻ ഒന്നും കിട്ടിയില്ല. മുട്ടും തല ഔലിയ റളിയല്ലാഹു. വെറുതെ പറയണ്ട, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ പൈസ ചെലവാക്കിയിട്ട് പൊയ്ക്കോ. കാശില്ലെങ്കിൽ പറയ്, ഇത് പോയി അന്വേഷിക്കും നിങ്ങൾ. ഇതൊക്കെ ജാറങ്ങളായി നടക്കുക. ഈ അടുത്ത് ഉപ്പളയിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഉപ്പളയിൽ ഹൈവേ വികസനമാണ്. നമ്മൾ കൂടെ വന്നല്ലോ, ഹൈവേ വികസനം വന്നല്ലോ. കുറ്റിപ്പുറത്ത് ഹൈവേ വികസനം വന്നപ്പോ പറഞ്ഞു, പള്ളി പൊളിച്ചാലും കുഴപ്പമില്ല, മൂടാൽ ജാറം പൊളിക്കരുത്. പള്ളി പോയ പോട്ട്, ജാറം പോയ പൈസ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് അത് പൊളിക്കരുത്. അതേപോലെ കാസർഗോഡ് ഉപ്പളയിൽ ഒരു വിഷയം വന്ന് അവസാനം തീരുമാനിച്ചു, ഇത് പൊളിച്ചല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞു. ശരി, എന്നാ എടുത്തിട്ട് വേറെ എവിടേക്കെങ്കിലും ഞങ്ങൾക്ക് മാറ്റി സ്ഥാപിച്ചു തരണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അത് പതുക്കെ JCB കൊണ്ട് കൊടുത്തിട്ട് പുറത്ത് സൈഡുകൾ മാറ്റി വെച്ചു. അപ്പൊ നാട്ടിലെ ചില ആൾക്കാർക്ക് തോന്നി, നമ്മൾ കുറെ കാലമായി ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഈ ഖബറിന്റെ ഉള്ളിൽ എന്താന്ന് നമുക്കൊന്ന് നോക്കിയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ JCB-കാരനോടൊന്ന് മാന്താൻ പറഞ്ഞു നോക്കുമ്പോ മേൽഖബറന്നല്ല, കീഴ്ഖബർ അതിന്റെ അടിയിലല്ലേ. അവിടെ ഈ ഖബർ എന്ന സംഭവം തന്നെയല്ല. അവിടെ ഡെയിലി പ്രാർത്ഥനയും യാസീനോത്തും ചന്ദനത്തിരി ആകെ തല താഴ്ത്തി നടക്കണ മനുഷ്യന്മാർക്ക്. ഇങ്ങനെ തോണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണും. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു, ഈ ജാറ സംസ്കാരം എവിടുന്നാണ്? ലഅനത്തുള്ള പറഞ്ഞ സംസ്കാരം എവിടുന്നാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക? ജാറം ഒരു നാട്ടിൽ ഇല്ലാതാക്കണോ? ഒറ്റ വഴിയുള്ളൂ. ആ സൈഡിലുള്ള പെട്ടികളുണ്ടല്ലോ, ആ പെട്ടി അങ്ങോട്ട് ഊരി മാറ്റിയാൽ നമ്മുടെ നാട്ടിൽ ആരും ദർഗമക്ക് പോവില്ല. അതിങ്ങനെ നടത്തുന്ന ആളുകൾ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപന്റെ വരുമാനല്ലേ.
രണ്ടു കൂട്ടരും മത്സരിക്കല്ലേ. ഞാനൊരു ഉദാഹരണം പറയാം. 1987 കണക്കില് രേഖപ്പെടുത്തുന്നുണ്ട്. 2002 കണക്ക് ഞാൻ വായിക്കാം. മമ്പുറം മക്കാമിൽ 2002 ദിനം പ്രതി 30,000-നും 60,000-നും ഇടയിൽ രൂപ വരുമാനം ഈ മക്കാബിൽ നിന്ന് ലഭിക്കാറുണ്ട്. സിറാജ് ദിനപത്രം 2002 ഫെബ്രുവരി 10. ഈ ബിസിനസ് എവിടെ നടക്കുക? ദിനം പ്രതി 30,000-നും 60,000-നും ഇടയിൽ. ഇനി അത് മാത്രമല്ല, ഇനി മറ്റു പല ജാറതർക്കങ്ങളിലുള്ള വരുമാനം പറയാം. ഏർവാടിയിലേക്ക് പോകുന്ന അല്ലെ, അവിടുത്തെ ബാദുഷന്റെ കബർ തേടി പോകുന്നവരെ, മാനസിക രോഗികളെ കൊണ്ടുപോയി അവിടെ ചങ്ങലക്കിടുന്ന പ്രിയപ്പെട്ടവരെ ഒരു ഡോക്ടറെ കാണിക്കൂ. അതിന്റെ യഥാർത്ഥ ചികിത്സയിലേക്ക് നിങ്ങൾ പോകൂ. എത്രയോ ജീവനുകൾ കത്തിക്കരിഞ്ഞിട്ടാണ് അവിടുന്ന് ചങ്ങലയിൽ അന്ന് കിട്ടിയത്. ആ ഏർവാടിയിലെ ചരിത്രം പറയാണ്. ഏർവാടിയിലെ പെട്ടി 3 മാസത്തിലൊരിക്കലാ തുറക്കാറ്. മതി. 15 ലക്ഷം രൂപ ശരാശരി ഉണ്ടാവുമത്രേ. ഇത് 150-ലധികം വരുന്ന കമ്മിറ്റി മെമ്പർമാർക്ക് വീതിച്ചു നൽകുന്നു. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അവിടെ പോയിട്ട് വർക്കത്തുണ്ടാകുമെന്ന് വിചാരിച്ച് 150 കമ്മിറ്റിക്കാർ വീതിച്ചു നൽകുന്നു. ദർഗാ നടത്തിപ്പിനുള്ള ചെലവുകളും ഇതിൽ നിന്നാണ് എടുക്കാറുള്ളത്. ഒരു സീറോ ബൾബ്, ഒരു LED ബൾബും ഒരു 4 ചന്ദനത്തിനും മേടിക്കാനുള്ള പൈസ അതിനെടുക്കലുണ്ട്. ഇനി അനർഹരും അപ്രശസ്തരുമായ ചിലർ മരിക്കുമ്പോഴേക്ക് അവരുടെ കബറുകൾ കെട്ടിപ്പൊക്കി നേർച്ചയും ഉറൂസും ഒക്കെ നടത്തി വരുമാനമാർഗമാക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട്. ആരതൊക്കെ പറഞ്ഞറിയോ? മക്ബറ ആചാരവും അനാചാരവും PSK മൊയ്തുവാക്കവി മാണവന. ഓരോ ജാറദർഗകളിലെ കഥകൾ ഇങ്ങനെ പുറത്തു വരികയാണ്. അവിടെ നടത്തിപ്പുകാരായ ആളുകൾ ചെയ്തു കൂട്ടുന്ന അവസ്ഥകളെ പറ്റി പറയുന്നുണ്ട്. ഓരോ സിയാറത്ത് ടൂറുകൾ പോകുന്നവരും ആലോചിച്ച് നോക്കുക. ഒരു ആള് അപ്പുറത്ത് ഇങ്ങനെ ഭീമാപ്പള്ളിയിലെ ചരിത്രം പറയാണ്. ഭീമാപ്പള്ളിയിൽ ഇങ്ങനെ വരുമാനം ഇങ്ങനെ കൂടി വരിക. അപ്പൊ അതിന് നടത്തിപ്പുകാരനായിരുന്ന ലബ്ബ എന്ന് പറഞ്ഞ ആള് സൈഡിൽ വേറൊരു ദർഗ ഉണ്ടാക്കി. ഇത് ബിസിനസ് ആണല്ലോ. അയാൾ പറഞ്ഞു അതിനേക്കാൾ സൗകര്യവും ഗുണവും കിട്ടുക ഇവിടെയാണ് എന്ന് പറഞ്ഞ് ലബ്ബ വേറെ ഒരു ദർഗ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വേറൊരു വാർത്ത വന്നു. മലയാള മനോരമ 2009 ഭീമാപ്പള്ളിയിലെ ലബ്ബ കുത്തേറ്റു മരിച്ചു. കൊന്നട് കളഞ്ഞു. അത് ശരി, ഞങ്ങള് ദർഗനെ പൊളിക്കാൻ നോക്കുക. നേർച്ച സ്വീകരിക്കുന്നതിനിടെ ഭീമാപ്പള്ളിയിലെ ലബ്ബയെ വായിൽ കത്തി കുത്തി ഇറക്കി കൊലപ്പെടുത്തി. നാട്ടുകാർ പിടികൂടിയ പ്രതിയെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിൽ എത്തിക്കുന്നത് ഒരു വിഭാഗം തടഞ്ഞത് ഏറെ നേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. എന്തിനാണ് ഖബർ സിയാറത്ത്? അതിനെന്തിനാ ആന, അമ്പാരി, എന്തിനാ ഗാനമേള, എന്തിനാ പടക്കം പൊട്ടിക്കൽ?